ഹലോ എവരിവൺ, അപ്പം വെൽക്കം ടു ജർമ്മനി ടു ഇന്ത്യ വ്ളോഗ്. ഒക്കെ സന്തോഷവുമുണ്ട്, കാരണം നമ്മൾ ജർമ്മനിലേക്ക് പോയത് പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെയാണ്. ആരെ കാണുന്നില്ല? അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ത്യയിലേക്ക് ജർമ്മനിയിൽ നിന്ന് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഈ വ്ളോഗ് ഇടാനായിട്ട് കുറച്ച് വൈകി, എന്നാലും ഈ വ്ളോഗ് എന്തായാലും ഇടണം എന്ന് എനിക്ക് കുറച്ച് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു ട്രെയിനൊക്കെ പിടിച്ച് ഇപ്പം ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്നത് ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് ഞങ്ങൾക്ക് ഏകദേശം ഒരു 4.5 hours ഒരു ട്രാവലുണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടെത്തി. ഇനി നമുക്കുള്ള നെക്സ്റ്റ് കടമ്പ എന്താണെന്ന് വെച്ചാൽ ടെർമിനൽ കണ്ടുപിടിക്കണം. പണ്ടൊക്കെ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പം എങ്ങനെയാണ് പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കുക അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടെ ജർമ്മനിയിൽ വന്ന് പലതും ഗൂഗിൾ മാപ്പ് നോക്കിയൊക്കെ സഞ്ചരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരുവിധം കോൺഫിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എവിടെ പെട്ടുപോയാലും എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിലെത്താം എന്നുള്ളൊരു കോൺഫിഡൻസ്. പക്ഷേ ഇവിടെ ട്രെയിനിൻ്റെ കാര്യത്തിൽ ഇടയ്ക്കൊക്കെ പണി കിട്ടുമെങ്കിലും ഫ്ലൈറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ വിസ്താര എയർലൈൻസിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ടിക്കറ്റിൽ ടെർമിനൽ 2 എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് മനസ്സിലായത് ടെർമിനൽ 2ലേക്ക് ഈ എയർപോർട്ട് ഭയങ്കര വലുതായതുകൊണ്ട് നമ്മൾ ട്രെയിൻ പിടിച്ചിട്ട് വേണമെങ്കിൽ പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ആരെ കാണുന്നില്ല? നമുക്ക് ടെർമിനൽ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മുടെ കയ്യിൽ ടെർമിനൽ 2 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ 2 ഇവിടെയുണ്ട്, ആ കാണുന്ന സ്ഥലത്തുണ്ട്. അങ്ങനെ കുറച്ച് നീണ്ട യാത്രകൾക്ക് ശേഷം നമ്മൾ നമ്മളുടെ ടെർമിനൽ കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളപ്പോൾ ടെർമിനൽ 1ൽ നിന്ന് ടെർമിനൽ 2ലേക്ക് എത്തിയേക്കാണ്. നമ്മളൊരു ചെറിയ ട്രെയിൻ പിടിച്ചിട്ടാണ് വന്നത്. അത് അവരുടെ തന്നെ സർവീസായിരുന്നു. നമ്മളിപ്പോൾ ലഗേജ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എങ്ങനെയാണ് കൂടുതലുണ്ടാവോ എന്നൊന്നും അറിയത്തില്ല. കാരണം അത്യാവശ്യം ഞാൻ 23 ആയിട്ടാണ് നമുക്കുള്ളത്. അതായത് ഒരാൾക്ക് 2 ബാഗ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 46 kg ഉണ്ട്. പക്ഷേ അത്യാവശ്യം കറക്റ്റ് ബോർഡറിൽ, അതായത് 23 അങ്ങനെ കറക്റ്റ് ബോർഡറിലാണ് ഇപ്പോൾ പാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാവും എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഫൈൻ അടയ്ക്കേണ്ട വരൂ. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളുടെ ലഗേജ് ചെക്കിംഗ് ഒക്കെ വളരെ നല്ല രീതിയിൽ പര്യവസാനിച്ചിരിക്കുന്നു. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഓവർ വെയ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ഫ്ലൈറ്റ് വന്നിട്ട് ഒരു 8 മണിക്കാണ്. രാത്രി 8 മണി കഴിയുമ്പോഴാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇവിടെ പയ്യേ ഇരുട്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സീൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഇവിടുത്തെ സ്കൈ ചില നേരങ്ങളിൽ കാണാനായിട്ട്. ഈ കുറച്ച് നാൾക്ക് ശേഷം, അതായത് ഞാൻ ഏകദേശം ഒരു 1.5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ കിളി പോയ പോലെയൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വേറൊന്നും കൊണ്ടല്ല, അതൊരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പം നമ്മൾ ഇതിലെ മൂവീസൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ വെച്ച് കാണണം. നമ്മൾ ഇപ്പം കയറിയിരിക്കുന്നത് ഒരു 8:20 ഫ്ലൈറ്റാണ്. 8:20 ഈ ഫ്ലൈറ്റ് എടുക്കും. പിന്നെ പിറ്റേ ദിവസം ഒരു 9 മണി, രാവിലെ 9 മണിക്ക് മുംബൈയിൽ, പിന്നെ മുംബൈ ടു കൊച്ചി, അങ്ങനെയാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഗെയിം കളിക്കാൻ പോവാ. ഓക്കെ, സോ നമ്മളങ്ങനെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ബുഡാപെസ്റ്റൊക്കെ വഴി മുംബൈ എത്തും. അയ്യോ, ഒരു 2 വർഷം കഴിഞ്ഞ് പോകണോണ്ടേ അത്യാവശ്യം നല്ല എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് കൊച്ചിക്ക് വരും. അപ്പോൾ അതാണ് കഥ. അതെ അതെ, പിള്ളേരോ മക്കരെ. ഞങ്ങളുടെ തൊട്ടടുത്ത സീറ്റിൽ കുട്ടി നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ക്യാബിൻ ക്രൂസൊക്കെ അവർ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓവറോൾ വിസ്താര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്ലൈറ്റിൽ കിട്ടിയ ഫുഡ്. എന്താ, കുറച്ച് റൈസ് ഉണ്ട്, പിന്നെ ബട്ടർ ചിക്കൻ, ഇത് ഒരു പയറിൻ്റെ ഒരു കറി പോലെ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചെറുപയറും പിന്നെ നെയ്യൊക്കെ ഇട്ടൊരു കറി, പിന്നെ റൈസ് ആൻഡ് ഒരു ബണ്ണുണ്ട്, പിന്നെ അതിന് ബട്ടർ ആൻഡ് പിന്നെ സോൾട്ട്, പെപ്പർ, ഷുഗർ ആൻഡ് ഒരു മിൽക്ക്, ഒരു എന്താ പറയുക നട്ട്സൊക്കെ ഉള്ളൊരു ചോക്ലേറ്റ്, പിന്നെ കുറച്ച് വെള്ളം. എന്തല്ലേ, വെള്ളമൊക്കെ ഇങ്ങനെയാണ്, സെറ്റപ്പ് അല്ലേ. പിന്നെ ഞാൻ ഡ്രിങ്ക്സ് എടുത്തത് ഒരു ജിഞ്ചർ അലിയാണ്, ഒരു ഒരു ജിഞ്ചർ സോഡ പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. സെയിം ഐറ്റം അല്ലേ എടുത്ത്? അതെ, സെയിം ഐറ്റമാണ്. സോ നോൺ വെജൊക്കെ ബട്ടർ ചിക്കനും റൈസുമാണ്. ഫുഡ് അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ ക്വാണ്ടിറ്റിയും ഒരു ആൾക്ക് കഴിക്കാനുള്ള കറക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു മൂവിയൊക്കെ കണ്ടു. അപ്പോഴേക്കും എപ്പോഴോ ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയപ്പോഴേക്കും നമ്മൾ മുംബൈ എത്താറായി. രാവിലെയായി. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഏകദേശം 8 മണിയായിട്ടുണ്ട്. 9 മണിയാകുമ്പോഴേക്കും നമ്മൾ മുംബൈ എയർപോർട്ടിലെത്തും. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഭയങ്കരമായ ടർബുലൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമുക്ക് പാൽപ്പൊടി സെപ്പറേറ്റ് ഒരു പാക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കോഫിയാണ് എടുത്തത്. പിന്നെ വെള്ളമുണ്ട്, അതുപോലെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഹിംബറിയുടെ യോഗേർട്ട്, പിന്നെ ഇതേപോലൊരു ബണ്ണും, പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടറും. പിന്നെ ഈ പേപ്പറിൽ കാണുന്നത് കട്ട്ലറീസാണ്, അതായത് ഫോർക്ക്, നൈഫ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇതാണ് മെയിനായിട്ട് സ്ക്രാമ്പിൾഡ് എഗ്ഗ്, സ്പിനാച്ച്, പിന്നെ 2 ടൊമാറ്റോ, ചെറി ടൊമാറ്റോ ചെറുത്, പിന്നെ കുറച്ച് പൊട്ടറ്റോൻ്റെ ഒരു സംഭവം കൂടി അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുംബൈയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടായിരുന്നു. അവർ കുറേ നാൾക്ക് ശേഷം മീറ്റ് ചെയ്യുന്നതാണ്. യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചപ്പം ഒരുമിച്ചുണ്ടായ ഫ്രണ്ടാണ്. അപ്പോൾ അവരാണ് ഈ സംസാരിച്ചുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ നടക്കുന്നത്. നമ്മൾ സെയിം ഫ്ലൈറ്റിലാണ് കൊച്ചിക്ക് പോകുന്നതെങ്കിലും നമുക്കിവിടെ വീണ്ടും ലഗേജ് എടുത്തിട്ട് ഒന്നും കൂടെ ഇമിഗ്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. അപ്പം ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ ഫ്രണ്ട് ഫോറം എന്നാണ് പേര്. പുള്ളിക്കാരി മുംബൈയിൽ തന്നെ ഉള്ളതാണ്. അപ്പം ഈ ലഗേജ് എടുത്തിട്ട് പുള്ളിക്കാരി നമ്മളോട് ബൈ ബൈ പറയും. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മുംബൈ എയർപോർട്ട് കാണാനായിട്ട്. ഇങ്ങനെ കുറേ ഇൻറ്റീരിയർ ഒക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മാൻമെയ്ഡ് ചെറിയൊരു വാട്ടർഫാൾ പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എയർപോർട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ. അവരടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ എവരിവൺ, അപ്പം വെൽക്കം ടു ജർമ്മനി ടു ഇന്ത്യ വ്ളോഗ്. അപ്പം ഇപ്പം ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് നമ്മൾ മുംബൈ എയർപോർട്ടിലെത്തി. എല്ലാം സടപടേന്നായതുകൊണ്ട് നമുക്ക് ജർമ്മനിയിൽ നിന്ന് കയറിയപ്പം എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന്
അതായത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്റ്റുട്ട്ഗാർട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ്സിന് പോയി. അവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചതായിപ്പോൾ മുംബൈയിലെത്തിയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ അടുത്ത ഫ്ലൈറ്റ് കൊച്ചിക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ട് നാട്ടിലേക്ക് പോവാണ്. ചേട്ടൻ ഇവിടെ ഓൾറെഡി ഒരു ജർമ്മനിയിൽ ഒരു 4.5 years ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത്, ചേട്ടൻ ഇവിടെ ഒരു 4.5 years ആയിട്ട് ജർമ്മനിയിലായിരുന്നു. അതുകൊണ്ട് ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അതായത് ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടുതലുണ്ട്. ആൻഡ് ഓഫ്കോഴ്സ് സന്തോഷവുമുണ്ട്. കാരണം നമ്മൾ ജർമ്മനിലേക്ക് പോയത് പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെയാണ്. ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഞാനിപ്പം വർക്ക് ചെയ്യുകയാണ് അവിടെ. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പഠിച്ചിട്ട് കിട്ടിയതാണ് ജോലി. അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം ഐ വിഷ് എല്ലാ പിള്ളേരും, അതായത് ഇങ്ങനെ പഠിക്കാനും ജോലി അന്വേഷിച്ച് പോകുന്ന എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ സക്സസ് ആവട്ടെ. ആൻഡ് ഇതൊരു ഭയങ്കര ഹാപ്പി മൊമെൻ്റാണ്. നമ്മൾ എന്ത് അച്ചീവ് ചെയ്യാനാണോ പോയത് അത് നേടാൻ പറ്റി. ആൻഡ് ഇതങ്ങനെ ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഒരു കുഞ്ഞു സന്തോഷം. നമ്മളൊരു എഫേർട്ട് ഇട്ടതിനൊരു ബെനിഫിറ്റ് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് വീട്ടുകാരെയൊക്കെ കാണാം. ചേട്ടനിപ്പം നെക്സ്റ്റ് ഡിപ്പാർച്ചർ എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി പോയേക്കാണ്. സോ ഞാനിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് 2 നേരത്തെ ഫുഡ്, അതായത് ഇന്നലത്തെ ഡിന്നറും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു വിശപ്പ് കാരണം എനിക്കത്ര വിശക്കണമൊന്നുമില്ല. എന്നാലും നാട്ടിലെത്തിയതല്ലേ, ഇന്ത്യയിലെത്തിയതല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോൾ 2 ഇഡ്ഡലിക്കും ചമ്മന്തിക്കും കൂടി 550 രൂപ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഇനി എന്തായാലും കൊച്ചിക്ക് പോവാണല്ലോ, അപ്പം അവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പാക്ക് ചെയ്യണതും ഒക്കെ കാണിക്കണം എന്ന്. പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ല. കാരണം ലാസ്റ്റ് ഡേ വരെ, അതായത് ഞാൻ തേഴ്സ്ഡേ ഒരു 6 മണി വരെ എനിക്ക് വർക്ക് ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് പിന്നെ വീട്ടിലെത്തി ചടപടയെന്ന് പാക്കിംഗ് ഒക്കെ ചെയ്തു. പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ രാവിലെ തന്നെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് വണ്ടി കയറണമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒരു വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഈ വ്ളോഗ് ഞാനിപ്പോൾ എടുക്കുന്നത് കുറച്ച് കഴിഞ്ഞ് എനിക്ക് തന്നെ കാണാമല്ലോ. ഇതായിരുന്നു എൻ്റെ ജർമ്മനിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ഫസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന്. ജർമ്മനിയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ എവിടെ പഠിക്കാൻ പോയ പിള്ളേർ അല്ലെങ്കിൽ ജോലിക്ക് പോയവരാണെങ്കിലും ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ നാടിൻ്റെ ഒരു സുഖം, ആ ഒരു എന്താ പറയുക, ആ ഒരു എയർ ഒക്കെ എല്ലാം വേറെ അല്ലേ നമ്മുടെ നാട്ടുകാർ, വീട്ടുകാർ. ലെറ്റ്സ് സീ. ഫോട്ടോ അല്ല, സത്യം പറഞ്ഞാൽ ഈ മസാല ദോശ ഞാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്താൽ നമുക്ക് 10 euro ആവുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഇപ്പം എത്ര മണിക്കാണ് ഫ്ലൈറ്റ്? 1 മണിക്കോ? 1 മണിക്ക് ഫ്ലൈറ്റ് എടുക്കും. അതുകൊണ്ട് നമുക്ക് സമയമില്ല. നമ്മൾ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് മൈസൂർ മസാല ദോശയുടെ ഫ്രണ്ടിലൊക്കെ പോയി ക്യൂ ഒക്കെ നിന്നു. അപ്പോഴാണ് ടൈം നോക്കിയത്. ടൈം നോക്കിയപ്പോൾ സമയമില്ല. അതുകൊണ്ട് നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവത്തിലെത്തി. കുൽഫിയാണ്, പിന്നെ ഐസ്ക്രീമും. പക്ഷേ നമ്മുടെ കാർഡ് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. എന്താ സംഭവം എന്നറിയില്ല. നമ്മൾ ഇൻ്റർനാഷണൽ കാർഡൊക്കെയാണ് എടുത്തേക്കണേ, അത് വർക്ക് ചെയ്യുന്നില്ല. ആൻഡ് ഇതിന് 88 രൂപയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് 1 euro ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ലാഭം എന്നൊക്കെ പറയാം. പക്ഷേ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ അത് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഗേറ്റ് നമ്പറൊക്കെ കണ്ടുപിടിച്ച് വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ടൈം ആകുമ്പോൾ ഫ്ലൈറ്റിൽ കയറാം, കൊച്ചിക്ക് പോവാം.
ഫ്ലൈറ്റ് മുംബൈയിൽ നിന്ന് എടുത്തു. മുംബൈ എന്ത് ക്രൗഡഡ് സിറ്റിയാണെന്ന് നോക്കി. അപ്പോൾ എഗെയിൻ നമുക്ക് ഫ്ലൈറ്റിലെ ഫുഡ് എത്തി. ഇത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ തപ്പിക്കൊണ്ടിരിക്കുവാണ്. ഇത് നമ്മുടെ ലഞ്ചാണ് കേട്ടോ. ഇനി നമ്മളൊരു ഏകദേശം വൈകിട്ട് 4 മണിയൊക്കെ ആകുമ്പോഴാണ് കൊച്ചിയിലെത്താൻ പോകുന്നത്. പിന്നെ ആ സൈഡിൽ കണ്ടത് സെയിം ആ ഒരു പയർ കറി ഉണ്ടായിരുന്നു. പിന്നെ എഗെയിൻ ബണ്ണ്, ബട്ടർ, വെള്ളം, പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു മിൽക്ക് കേക്ക് മോഡലൊക്കെ ആയിരുന്നു. അങ്ങനെ പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങി. നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീടുള്ളതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എത്രയും പെട്ടെന്ന് വീട്ടുകാരുടെ അടുത്ത് എത്തണം എന്നുള്ള ആ ഒരൊറ്റ വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഓടിയിറങ്ങി. ഇതെൻ്റെ അനിയത്തി എടുത്തൊരു വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെക്കേഷൻ ഇവിടെ ഒഫീഷ്യലി സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇനി നാട്ടിലെ കുറച്ച് വ്ളോഗ്സൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുവരേക്കും ചൂസ്.